രാജേഷ്, വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം. നമസ്കാരം. നമസ്കാരം. അലിയുന്ന പാട്ടിന്റെ രാജകുമാരന് സ്വാഗതം. ഹായ്. മോർണിംഗ്. മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ വരുന്നവർക്കെല്ലാം ഒരു കോഫി ജ്യൂസ് കൊടുക്കാറുണ്ട്, പക്ഷെ കോഫി ഒഴിവാക്കി പകരം ജ്യൂസ്. താങ്ക് യു. അപ്പോ രാജേഷ് സുഖമായി പോകുന്നു? നന്നായി പോകുന്നു. നല്ല തിരക്കുണ്ടെന്ന് അറിയാം. അതെ അതെ. മുംബൈയിലാണ് ഇപ്പോഴും? ആണോ? സോറി, മുംബൈയിലുണ്ടോ ഇപ്പോഴും? അല്ല, മുംബൈയിൽ ക്ലാസ്സിന് വേണ്ടി മാത്രം. ക്ലാസ്സിന് വേണ്ടി മാത്രം. ലാസ്റ്റ് 2 weeks ബാക്ക് പോയിരുന്നു. എത്ര എങ്ങനെയാ ദിവസമാണ് അവിടുത്തെ അപ്പോൾ ക്ലാസ്സിന്റെ ഒരു അവിടെ നമ്മളുടെ ഇഷ്ടം പോലെ നമുക്ക് നിൽക്കാം അവിടെ. അങ്ങനെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പോകാം അതെ അതെ അല്ലേ? പ്രത്യേകിച്ച് ചൗരസിയുടെ ഒക്കെ ഒരു ശിഷ്യനാണെന്ന് പറയുന്നത് തന്നെ വലിയൊരു അഡ്രസ്സാണല്ലോ അല്ലേ? എങ്ങനെയാണ് അവിടുത്തെ ഒരു പരിശീലന രീതി? അദ്ദേഹം ഒരു എന്താ പറയുക, നമ്മൾ പഴയ ഒരു സമ്പ്രദായം തന്നെയാണ് അവിടെ പോകുന്നത്. നമ്മളവിടെ താമസിച്ച് പഠിക്കാം, അവിടെ ജോലികളൊക്കെ ചെയ്യാം. അതായത് ക്ലാസ് എന്നൊക്കെ പറയുന്നത് ഗുരുജിയുടെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ക്ലാസ്. ശരി. അപ്പോൾ നമ്മളൊരു സ്റ്റേജിൽ ഗുരുജി എന്ത് പെർഫോം ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരിക. ഈ ഫ്ലൂട്ടിനെ കുറിച്ചുള്ള രസകരമായൊരു നിർവചനേ ഈ തിരുമുറിവുകളിൽ നിന്ന് സംഗീതം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ പുല്ലാങ്കുഴലിന്റെ മുറിവുകളാണല്ലോ, മുളന്തണ്ടിന്റെ മുറിവുകളാണല്ലോ അതിന്റെ പാട്ടായി വരുന്നത്. കാട്ടിലെ പാഴ്മുളം തണ്ട്, അത് ഒരു ഇത് പാഴ്മുളം തണ്ടല്ല, കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റിന്റെ വില എന്താ നമുക്ക് ചോദിച്ചു നോക്കാം. വളരെ എനിക്കൊരു ഇൻസ്ട്രുമെന്റ് നമുക്കൊന്ന് പരിചയപ്പെടുത്താം അല്ലേ രാജേഷിന്റെ? തീർച്ചയായിട്ടും. പറയാൻ വന്നു അല്ല, ഇനി പറഞ്ഞു. നമുക്കതൊന്ന് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം അല്ലേ? എനിക്കിതൊന്ന് place ചെയ്യാൻ ഒരു അത് പ്ലേസ് ചെയ്യാൻ ഒരു ടേബിൾ വേണം. ശരി, നമുക്ക് ടേബിൾ തയ്യാറാക്കാം. രാജേഷ്, ഇപ്പോ ചൗരസ്യയുടെ ഒപ്പമായിട്ട് എത്ര വർഷമായി? ഞാൻ അങ്ങനെ പഠിക്കാനായിട്ട് ഇപ്പോൾ ഒരു 8 വർഷം കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എപ്പോഴും പോകാൻ പറ്റാറില്ല, സമയം കിട്ടുന്ന സമയങ്ങളിൽ നമ്മളിങ്ങനെ അവിടെ പോയിട്ട് 8 വർഷം 8 വർഷങ്ങളായിട്ട് പോകുന്നുണ്ട്. അതെ. ജാസ്തി ആയിട്ടുള്ള പരിചയം എങ്ങനെയാ? ഇത് എനിക്കിത് മേളിലേക്ക് വെക്കുന്നത്. ഞാനത് പിടിക്കാം. ഓക്കെ ഓക്കെ. കാരണം വെക്കാമെന്ന് തോന്നുന്നു നമുക്ക്. ഇത് വിവിധ തരം പുല്ലാങ്കുഴലുകൾ ഉണ്ടല്ലോ അല്ലേ? ഇത്രയും പുല്ലാങ്കുഴൽ ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഒന്നിച്ചു കാണുന്നു. ഒരു പെട്ടി തുറന്നപ്പോൾ നിറയെ പുല്ലാങ്കുഴലുകളുടെ സംസ്ഥാന സമ്മേളനമാണ്, ചെറുതും വലുതുമായിട്ട്. എന്താ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ രാജേഷ്? ഓരോ പൈപ്പിനും ഓരോ ഫ്ലൂട്ടിനും ഓരോ ടോണാണ്. ഇതാണ് ഇതിൽ ഏറ്റവും വലുതെന്ന് തോന്നുന്നു അല്ലേ? ഇതിന്റെ വലുപ്പം എന്താണ് പ്രത്യേകത? വലുപ്പം കൂടുന്നതനുസരിച്ച് എന്റെ ബേസ് ടോൺ കൂടുന്നു. നമ്മുടെ ആയാസം കൂടുവോ? സാർ നോക്കൂ, സ്ട്രെസ്സിൽ അങ്ങനെ അധികം പ്രശ്നം വരില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അധികം കുഴപ്പമില്ല. അപ്പം ചെറുതും വലുതുമായിട്ടുള്ള ഏകദേശം എത്ര എണ്ണം ഉണ്ടാവും ഇതിനകത്ത്? ഇത് 25 എണ്ണം. 25 അതിൽ കൂടുതലുണ്ട്. അതിൽ കൂടുതലുണ്ട്. ഇതെല്ലാം കൊണ്ടുപോകാറുണ്ടോ പെർഫോം ചെയ്യുന്ന സമയത്ത്? ഇത്ര എണ്ണം കൊണ്ടുപോകും. അപ്പൊ ഓരോന്നിനും ഓരോന്നായിട്ട് എന്തെങ്കിലും നമ്പറോ കോഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? അത് ഓരോ സ്കെയിലാണ്. നമ്മളിപ്പോ എന്താ പറയാ, ഇതൊരു ഇ എന്നൊരു ഫ്ലൂട്ടാണ്. അങ്ങനെ ABCD അങ്ങനെ ഓരോ അതിന് ഷാർപ്പുകൾ, അങ്ങനെ പല സ്കെയിലുണ്ട്. ഓക്കെ. അപ്പോൾ ഗംഭീരമായി. ഈ കാഴ്ച തന്നെ വളരെ മനോഹരമാണ്. 25 വ്യത്യസ്തത അത് എങ്ങനെയാ അതിന്റെ ഒരു? അത് ഈ ഓരോ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ഇപ്പോൾ സിയുടെ ഫ്ലൂട്ടിന് ഒരു ലെങ്ത് ആയിരിക്കും. അങ്ങനെ ഓരോ ഫ്ലൂട്ടിനനുസരിച്ചിട്ട് സ്കെയിൽ അനുസരിച്ചിട്ട് വേരിയേഷൻ വരും. ഈ ഫ്ലൂട്ടുകളൊക്കെ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇത് പുനം ഫ്ലൂട്ട്, പുനം എന്നൊരു ഫ്ലൂട്ടാണ് അവരുടെ. അപ്പോൾ കേരളത്തിൽ നിന്നാണോ അതോ പുറത്തുനിന്നാണ്? ഇമ്പോർട്ടഡ് ആണോ? അല്ല, ഇന്ത്യയിൽ തന്നെയാണ്. അതെ അതെ അല്ലേ? ഓക്കെ. എന്തായാലും ഇതിനെങ്ങനെയാണ് വരുന്നത്? ഈ ഫ്ലൂട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അറിയാതെ വന്നതാണ്. അറിയാതെ വന്നതാണ്. അതിന് മുമ്പ് ഈ ഫ്ലൂട്ടിന് മുമ്പുള്ളൊരു ജീവിതം ഉണ്ടാവുമല്ലോ. സ്കൂൾ ടൈമിൽ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ചേട്ടൻ, എൻ്റെ വലിച്ചൻ്റെ മോൻ ഷാജി എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം പഠിച്ചു തുടങ്ങി ഫ്ലൂട്ട്. അപ്പോൾ എനിക്ക് ആഗ്രഹം തോന്നി. ബ്രൈറ്റ് മാഷ എൻ്റെ വീടിനടുത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, കൊച്ചിൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പഠിക്കാൻ അവസരം കിട്ടി. അങ്ങനെ എങ്ങനെയൊക്കെ ഇത് തുടങ്ങിയിട്ട് എത്ര കാലായെന്നറിയോ? 5ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. സ്കൂൾ ടൈമിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 5ലാണ് ഫ്ലൂട്ട് പരിചയപ്പെടുന്നത്. അതെ. നമ്മുടെ ഉണ്ണിസാറിന് ഇഷ്ടമുണ്ടാകുന്ന ഒരു കാര്യം കൂടെ പറയാം. ആ പേരിൽ തന്നെ ഉണ്ട്, ചേർത്തല. ചേർത്തലക്കാരനാണ് ഞങ്ങളുടെ നാട്ടുകാർ. പിന്നെ രാജേഷ്, ഈ ചൗരാസിക്ക് ഇപ്പൊ എത്ര വയസ്സായി? നല്ല പ്രായമായി. 80+ ആണല്ലേ? ഇപ്പം കൺസേർട്ടിനൊക്കെ പോകുന്നുണ്ടല്ലേ? ഗുരുജി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ചെറിയ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇപ്പൊ ലാസ്റ്റ് ടൈം ഞാൻ പോകുമ്പോഴും ഫുൾ ടൈം ഫ്ലൂട്ട് കയ്യിലാണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഫ്ലൂട്ടിങ് എടുക്കൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഹരിപ്രസാദ് ചൗരാസിയെ കലാമതിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് വളരെ മുമ്പ്. സൂര്യ ഫെസ്റ്റിവലിന് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പം, അങ്ങനെ ഈ നമ്മുടെ ഹിന്ദുസ്ഥാൻ ടാറ്റക്സിൻ്റെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലൊരു ഇതുണ്ട്. അവരുടെ എന്താ പറയുക, അവരുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്.
ഓ ആ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ. അപ്പോൾ അവിടെ പ്രൈവറ്റ് ആയിട്ട് ഒരു മണിക്കൂറോളം അദ്ദേഹമായിട്ട് സംസാരിക്കാനായിട്ട് ഒരു സമയം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര അദ്ദേഹത്തിന്റെ പോസിറ്റീവ് concern അല്ലേ? കേട്ടിട്ടുണ്ട്. ഭയങ്കര പോസിറ്റീവ് അല്ലേ? വളരെ വളരെ പോസിറ്റീവായിട്ട് ഭയങ്കര പോസിറ്റീവ്. സംസാരിക്കും. അതെ. പിന്നെ നമുക്കൊക്കെ നമുക്ക് നമ്മുടെ ഒരു അറിവില്ലായ്മയുണ്ടല്ലോ ഈ കാര്യത്തിനകത്ത്. ഇപ്പോൾ ഈ നമ്മളുടെ ഈ ചോദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അറിവില്ലായ്മയൊക്കെ ബോധ്യപ്പെട്ടിട്ടും വളരെ ലാളിത്യത്തോടുകൂടി സംസാരിച്ചു അദ്ദേഹം. കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി വിശദീകരിച്ചു. വളരെ പ്രാഥമികമായ അറിവുകൾ കേട്ടാണല്ലോ ഹരിപ്രസാദ് ചൗരാസിയിലേക്ക് മുമ്പിൽ നമ്മൾ പോകുന്നത്. ആ കാലഘട്ടത്തിലാണ് ഒരു 94, 95-ലൊക്കെയാണ്. അപ്പം ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. അത്രയും വലിയൊരു മനസ്സുള്ള മനുഷ്യനാണ്. ചൗരസയ്ക്ക് മുമ്പ് സൺബ്രൈറ്റ്. അതെ, അതെ. celebrate ഷാജി ചെയ്യണം. ചേട്ടന്റെ കേട്ടു, സൺബ്രൈറ്റ് മാഷിന്റെ അടുത്ത് പോകുന്നു, അതെ. അല്ലെ ശിവരഞ്ജിനി, അങ്ങനെ ഒരു പടിപടിയായിട്ട് അതെ. ഒരുപാട് അതൊക്കെ ഇപ്പോൾ ബൽറാം പിന്നെ തീർച്ചയായിട്ടും നമ്മള് നമ്മൾ വന്ന വഴികൾ വന്ന നമ്മളെ വഴികൾ നമ്മളാക്കിയ ഇപ്പൊ നമ്മൾ ബൈ ചാൻസിൽ എന്തെങ്കിലും മറന്നാലും ഏതെങ്കിലും ഒരു സ്വപ്നത്തിൽ പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ വരും. എനിക്കൊരു രാജേഷ് സംസാരിക്കുന്നതിലും കൂടുതൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടം രാജേഷിന്റെ വാദനമാണ്. അന്ന് ആ ടീച്ചർ വായിക്കാൻ പറഞ്ഞ പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഒരു സ്റ്റേജിൽ കയറി ആദ്യത്തെ മാഷുമായിട്ട് മാഷ് അരങ്ങേറ്റം നടത്തുന്നതിന് മുൻപേ കയറി ഒരു പാട്ട് വായിച്ചല്ലോ, തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്? അത് അതിൽ അത് തുടങ്ങിയാലോ? വായിച്ചു അതെ. തുടങ്ങാം. നമുക്ക് അവിടുന്ന് തുടക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാം. ഓ അത് ഭയങ്കര ഒരു ചോദ്യമായി പോയല്ലോ അത്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, എൻ്റെ ഈ സൺബ്രൈറ്റ് മാസ്റ്ററുടെ ബ്രേക്ക് ഉണ്ടായ ഒരു പാട്ടാണത്. കാരണം ഈ പാട്ട് വായിച്ച് തിരിച്ചിറങ്ങിയപ്പോഴാണ് മാഷ് വെളിയിൽ നിൽക്കുന്നു, പിന്നെ മാഷിനോട് മിണ്ടുന്നില്ല. അതായത് മാഷിൻ്റെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു, ഞാൻ പഠിക്കും, നന്നായിട്ട് വരും, നന്നായിട്ട് അരങ്ങേറും എന്നൊക്കെ. പക്ഷെ ഒരു 10 വയസ്സുകാരനെ അരങ്ങേറ്റത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാനുള്ള ഒന്നും അറിയില്ല, നമ്മുടെ ആ ഒരു അവസ്ഥയിൽ അങ്ങ് ചെയ്തു. പക്ഷേ അതിനുശേഷം ഈ പറഞ്ഞ പോലെ മാഷ് നമ്മളെ സ്വന്തമായി തീർന്നു. അന്നും എന്നും മാഷ് മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. മാഷിന് സമർപ്പിക്കാം. തീർച്ചയായിട്ടും. ബ്യൂട്ടിഫുൾ. സത്യത്തിൽ നമ്മളൊക്കെ എല്ലാ മനുഷ്യരും ഒരു ഇൻസ്ട്രുമെന്റ് പഠിച്ചിരിക്കണം അല്ലേ? കാരണം ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പോൾ രാജേഷിന് എന്തൊരു ടെൻഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്നു എന്ന് വിചാരിക്കും. ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു ഫ്ലൂട്ട് എടുത്ത് വെച്ചിട്ട് മാറി ഇരുന്ന് വായിക്കാനായിട്ട്. അത് സാധ്യമാണോ രാജേഷ്? ഈ ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യത്തെ ഒന്ന് തണുപ്പിക്കാൻ? പക്ഷെ എത്ര ദേഷ്യമാണെങ്കിലും നമ്മളൊരു സ്റ്റേജിലാണെങ്കിൽ അതെല്ലാം മറന്നു മറന്നു പോകും. ആ